മലയോര ഗ്രാമത്തിലെ തണുത്ത പ്രഭാതം. മഞ്ഞു മൂടിയ വഴികളിലൂടെ കോളേജിലേക്ക് നടക്കുകയായിരുന്നു നയന. പ്രകൃതിയോട് അവൾക്ക് അതിയായ ഇഷ്ടം. കാറ്റിന്റെ ശബ്ദം പോലും അവൾക്ക് സംഗീതം പോലെ തോന്നും. ആ ദിവസമാണ് അവളുടെ ജീവിതം മാറിയത്. പഴയ ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് അവളൊരു നോട്ട്ബുക്ക് തുറന്ന് എന്തോ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ശക്തമായ കാറ്റ് വീശിയത്. അവളുടെ പേജുകൾ പറന്നുപോയി. അയ്യോ! അവൾ ഓടി. ഒരു പേജ് റോഡിലേക്ക് പറന്നു വീണു. അതെടുത്തു പിടിച്ചത് ഒരാൾ. "ഇത് നിന്റേതാണോ?" അവൻ ചോദിച്ചു. നയന തലകുനിച്ചു. അവൻ റിഹാൻ. അവന്റെ കണ്ണുകളിൽ ഒരു ശാന്തതയും ഒരു രഹസ്യവും. "നീ എഴുതുന്നവളാണോ?" അവൻ ചോദിച്ചു. "അതെ, ചെറിയ കവിതകൾ." അവൾ ചിരിച്ചു. "കാറ്റുപോലും നിന്റെ വാക്കുകൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുപോലെ," അവൻ പറഞ്ഞു. അവൾ ചിരിച്ചു. അത് അവരുടെ ആദ്യ കൂടിക്കാഴ്ച. അടുത്ത ദിവസങ്ങളിൽ അവർ ഒരേ സമയം ബസ് സ്റ്റോപ്പിലെത്താൻ തുടങ്ങി. ചെറിയ സംഭാഷണങ്ങൾ, ചിരികൾ, പങ്കിട്ട നിമിഷങ്ങൾ. റിഹാൻക്ക് സംഗീതം ഇഷ്ടമായിരുന്നു. അവൻ ഗിറ്റാർ വായിക്കും. ഒരു ദിവസം അവൻ അവളോട് പറഞ്ഞു, "നിന്റെ കവിതകൾക്കൊരു മ്യൂസിക് ഉണ്ടെങ്കിൽ എങ്ങനെയിരിക്കും?" അവൾ അതിശയിച്ചു. "അത് മനോഹരമായിരിക്കും," അവൾ പറഞ്ഞു. അവിടെ നിന്നാണ് അവരുടെ സ്വപ്നം തുടങ്ങിയത്. അവളുടെ വാക്കുകളും അവന്റെ സംഗീതവും ചേർന്ന് ഒരു കഥ. കാലം കടന്നു. അവർ ഒരുമിച്ച് കൂടുതൽ സമയം ചെലവഴിച്ചു. മലകൾക്കിടയിൽ നടക്കൽ, കാറ്റിൽ സംസാരിക്കൽ, എല്ലാം അവരുടെ പ്രണയത്തിന്റെ ഭാഗം. ഒരു സന്ധ്യയിൽ സൂര്യാസ്തമയം കാണുമ്പോൾ റിഹാൻ അവളോട് പറഞ്ഞു, "നയന, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു." അവളുടെ ഹൃദയം സന്തോഷത്തോടെ നിറഞ്ഞു. "ഞാനും," അവൾ മൃദുവായി പറഞ്ഞു. അവരുടെ ലോകം പൂർത്തിയായി. പക്ഷെ ജീവിതം വീണ്ടും പരീക്ഷിച്ചു. ഒരു ദിവസം റിഹാൻ പറഞ്ഞു, "എനിക്കൊരവസരം കിട്ടി, വിദേശത്ത്, എന്റെ സംഗീതത്തിനായി." നയന മിണ്ടാതിരുന്നു. "നീ പോകുമോ?" അവൾ ചോദിച്ചു. "അതെ, പക്ഷെ ഞാൻ തിരിച്ചുവരും," അവൻ പറഞ്ഞു. അവൾ ചിരിച്ചു, പക്ഷെ അവളുടെ കണ്ണുകളിൽ ഭയം. ദിവസങ്ങൾ കടന്നു. അവൻ പോയി. ആദ്യത്തിൽ അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് ദൂരം അവരുടെ ഇടയിൽ നിശബ്ദതയായി. നയന വീണ്ടും ഒറ്റയായി. പക്ഷെ അവൾ എഴുതുന്നത് നിർത്തിയില്ല. ഒരു ദിവസം ഒരു റേഡിയോയിൽ ഒരു പാട്ട് കേട്ടു. ആ പാട്ടിന്റെ വാക്കുകൾ, അവളുടെ കവിത. അവൾ അതിശയിച്ചു. "ഈ പാട്ട് ആലപിച്ചിരിക്കുന്നത് റിഹാൻ," അവതാരകൻ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ. അവൻ അവളെ മറന്നില്ല. അവളുടെ വാക്കുകൾ ലോകത്തേക്കെത്തിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൾക്കൊരു സന്ദേശം. "കാറ്റ് നിന്നെ വീണ്ടും എനിക്കെത്തിച്ചു. ഞാൻ തിരിച്ചുവരുന്നു." അവൾ ചിരിച്ചു. കാരണം അവൾക്കറിയാമായിരുന്നു, സത്യപ്രണയം എത്ര ദൂരം പോയാലും തിരിച്ചുവരും. ഹൃദയം. ആ ദിവസം അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ദിവസമായിരുന്നു. മഴ പെയ്യാൻ തുടങ്ങുന്ന ഒരു പ്രഭാതത്തിൽ ആശുപത്രിയുടെ കോറിഡോറിലൂടെ വേഗത്തിൽ നടക്കുകയായിരുന്നു രേവതി. അവളുടെ ഹൃദയം വേഗത്തിലിടിച്ചു. അച്ഛൻ ഐസിയുവിലായിരുന്നു. ജീവിതം അവളെ ഒരുപാട് പരീക്ഷിച്ചിരുന്നു. അമ്മയില്ലാതെ വളർന്ന അവൾക്ക് അച്ഛനായിരുന്നു എല്ലാം. ആ ആശങ്കകളുടെ ഇടയിൽ അവൾ ഒരാളുമായി ഇടിച്ചു. "സോറി," അവൾ പെട്ടെന്ന് പറഞ്ഞു. "ഇത് ഞാൻ പറയേണ്ടതായിരുന്നു," അവൻ ചിരിച്ചു. അവൻ ആദിൽ. അവനൊരു ഡോക്ടറായിരുന്നു. ശാന്തമായ സ്വഭാവം, ആത്മവിശ്വാസമുള്ള ശബ്ദം. "നിങ്ങൾ ശരിയാണോ?" അവൻ ചോദിച്ചു. "അതെ, കുറച്ച് ടെൻഷനാണ്," അവൾ പറഞ്ഞു. അവൻ അവളെ ഇരിക്കാൻ പറഞ്ഞു. "ഒന്നും ഭയപ്പെടണ്ട, എല്ലാം ശരിയാവും," അവൻ ആശ്വാസമായി പറഞ്ഞു. അതൊരു ചെറിയ സംഭാഷണമായിരുന്നു, പക്ഷേ അവളുടെ മനസ്സിൽ ഒരു ശാന്തത കൊണ്ടുവന്നു. അടുത്ത ദിവസങ്ങളിൽ അവൾ ആശുപത്രിയിൽ സ്ഥിരമായി വരുമ്പോൾ ആദിൽ അവളെ കാണും. ഓരോ തവണയും അവൻ അവൾക്കൊരു ചെറിയ പുഞ്ചിരി സമ്മാനിക്കും. "നിങ്ങൾ ചിരിക്കുമ്പോൾ കൂടുതൽ സുന്ദരമാണ്," ഒരിക്കൽ അവൻ പറഞ്ഞു. രേവതി ലജ്ജിച്ചു. കാലം കടന്നു. അവരുടെ അച്ഛൻ ആരോഗ്യമായി. പക്ഷേ അതിനിടെ അവരുടെ ഹൃദയത്തിൽ മറ്റൊരു മാറ്റം സംഭവിച്ചിരുന്നു. അവൾ ആദിലിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഒരു ദിവസം ആശുപത്രിയുടെ ടെറസിൽ അവർ ഇരിക്കുകയായിരുന്നു. സൂര്യാസ്തമയം, ശാന്തമായ കാറ്റ്. "നിനക്ക് ജീവിതത്തിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്?" ആദിൽ ചോദിച്ചു. "എനിക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടാതിരിക്കുക," അവൾ പറഞ്ഞു. അവൻ കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. "എനിക്ക് ഒരാളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്," അവൻ പറഞ്ഞു. അവൾ അവനെ നോക്കി. "എന്റെ ഭാര്യ ഒരപകടത്തിൽ," അവൻ മൃദുവായി പറഞ്ഞു. അവളുടെ ഹൃദയം നിശബ്ദമായി. "അതിനുശേഷം ഞാൻ ആരെയും അടുപ്പിക്കാൻ പേടിച്ചു," അവൻ പറഞ്ഞു. നിശബ്ദത. പക്ഷേ ആ നിശബ്ദതയിൽ അവർ തമ്മിൽ മനസ്സിലാക്കി. ദിവസങ്ങൾ കടന്നു. അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി. ഒരു ദിവസം മഴ പെയ്യുമ്പോൾ രേവതി അവനോട് പറഞ്ഞു, "ആദിൽ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു." അവൻ അതിശയിച്ചു. "എനിക്ക് പേടിയുണ്ട് വീണ്ടും നഷ്ടപ്പെടാൻ," അവൻ പറഞ്ഞു. അവൾ അവന്റെ കൈ പിടിച്ചു. "പ്രണയം നഷ്ടപ്പെടുമെന്ന് തേടിയാൽ നമുക്കത് അനുഭവിക്കാതിരിക്കരുത്," അവൾ പറഞ്ഞു.
അവന്റെ കണ്ണുകളിൽ ഒരു പുതിയ പ്രകാശം. അവൻ ചെറുതായി ചിരിച്ചു. നിനക്കൊപ്പം ഞാൻ വീണ്ടും ജീവിക്കാൻ പഠിക്കുകയാണ്, അവൻ പറഞ്ഞു. മഴ കൂടുതൽ ശക്തമായി. പക്ഷേ ഇപ്രാവശ്യം അവർ ഒറ്റയ്ക്കല്ല. ജീവിതം അവരെ വേദനിപ്പിച്ചിരുന്നെങ്കിലും പ്രണയം അവരെ വീണ്ടും ഒന്നിച്ചു. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മെ വീണ്ടും സന്തോഷിപ്പിക്കാനാണ്. ഹാർട്ട്.